ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാ ഇന്ന് ഞങ്ങളുടെ 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ജനുവരി 12-നാണ്. 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അങ്ങനെ ഡേറ്റിന്റെ ഒരു ഇത് കൂടി ഉണ്ട് ഇന്ന് അല്ലെ. 12 വർഷമായി. ജനുവരി 12 പിന്നെ ഈ എല്ലാ വർഷവും വെഡിങ് ആനിവേഴ്സറിക്ക് അപ്പൊ ചേച്ചി ഹാപ്പി അല്ലേന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ വർഷവും ഹാപ്പിയാണ്. പക്ഷെ ഈ വർഷം എന്തോ ഭയങ്കര ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാ മൈ സെൽഫ് ഞാൻ എന്തോ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എന്താ എനിക്ക് ഗിഫ്റ്റ് വേണ്ടേന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒന്നും ഇന്നത് ഗിഫ്റ്റ് വേണമെന്ന് പറയാൻ ഒരു സാധനം എനിക്ക് അങ്ങനെ തോന്നണില്ല. അതായത് എനിക്ക് വേണ്ട ഗിഫ്റ്റുകളെല്ലാം എനിക്ക് ചേട്ടൻ വാങ്ങിച്ച് തന്നതും അതുപോലെ ഞാൻ തന്നെ സമ്പാദിച്ച് ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഗിഫ്റ്റുകൾ എൻ്റെ മനസ്സിൽ എനിക്കുള്ള ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഏകദേശം എത്തി വാങ്ങിച്ചു കിട്ടി. അപ്പൊ ഇപ്പൊ എനിക്ക് ക്വാളിറ്റി ടൈം ചേട്ടന്റെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം വൈകിട്ട് ഞങ്ങൾ പുറത്തു പോവാം, ഒരുപാട് വർത്താനം പറയാം, കറങ്ങാം, ചേട്ടന് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് എന്താ കിട്ടാ എന്നുള്ള സർപ്രൈസ് കാത്തിരുന്ന പോലെയല്ല ഇക്കൊല്ലത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ചേട്ടന് കുറെ സർപ്രൈസ് ചെയ്യണം, വാങ്ങിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. ഈ വെഡിങ് ആനിവേഴ്സറി എന്താ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. ഒരു നിശ്ചയം ആഗസ്റ്റ് 30 ആയിരുന്നു നിശ്ചയം. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് ജനുവരി 12 കല്യാണം. 2014 കല്യാണം. അപ്പൊ അന്ന് തൊട്ട് ഒരു 3-4 വർഷം കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും ഇതൊക്കെ നമ്മുടെ ഈ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറെ ബുദ്ധിമുട്ടി. അങ്ങനെ നമുക്ക് കുറെ എന്താ പറയാ നമ്മള് രണ്ടുപേരും ഒരേ ഇതിൽ ജീവിച്ച ആൾക്കാരല്ല, ഒരേ രീതികളല്ല, ഒരേ ഇഷ്ടങ്ങളല്ല, ഒരേ ഹോബീസ് അല്ല, അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ടൈപ്പായി വരാനായിട്ട് ഒരു 3-4 വർഷം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മക്കളുണ്ടായി, മോളുണ്ടായ പിന്നെയാണ് എല്ലാം ഓക്കെ ആയതെന്ന് പറയാം. എന്താന്ന് വെച്ചാൽ അപ്പോഴാണ് എനിക്കും ചേട്ടനും എന്നെ എങ്ങനെ ചേട്ടന് ഡീൽ ചെയ്യണം, എനിക്ക് സന്തോഷം വരുമ്പോ എന്നെ എങ്ങനെ ഡീൽ ചെയ്യണം, സങ്കടം വരുമ്പോ എങ്ങനെ ഡീൽ ചെയ്യണം. എനിക്ക് എല്ലാ ഫീലിങ്സും കുറച്ച് കൂടുതലുള്ള ആളാണ്. ദേഷ്യം പരമാവധി വന്നാൽ മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ദേഷ്യം കൂടുതലുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ അതുപോലെ. അപ്പൊ അതുകൊണ്ട് ആ മോള് ഉണ്ടായ ശേഷം ആ ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് മോള് ഉണ്ടായത്. അപ്പൊ നംശിവ് ഉണ്ടായത് കല്യാണം കഴിഞ്ഞ് പിന്നത്തെ വർഷം തന്നെ നംശിവ് ഉണ്ടായി. ഡിസംബർ ആ വർഷം തന്നെ ഉണ്ടായി ഡിസംബറിൽ. അപ്പോഴൊന്നും നമ്മൾ അങ്ങനെ ഭയങ്കര ബോണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ നന്നായി മനസ്സിലാക്കി ഒരുപാട് ഇങ്ങനെ പ്രണയിച്ചു തുടങ്ങിയതൊക്കെ മോളുണ്ടായതിന് ശേഷമാണെന്ന് പറയാം. അതിനു മുമ്പ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും കുറെ പൊരുത്തക്കേടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് പ്രശ്നം വന്നാലും എങ്ങനെ ഡീൽ ചെയ്യണ്ടേന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരു 4 വർഷം എടുത്തു. ഇപ്പൊ എനിക്ക് ഈ കൊല്ലം ഇന്ന് ജനുവരി 12 വെഡിങ് ആനിവേഴ്സറി 12ാമത്തെ ആഘോഷിക്കുമ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മാത്രല്ല ചേട്ടൻ ഇങ്ങനെ ക്യാമറയിൽ മുമ്പിൽ ഇപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രശാന്ത് ഏട്ടന് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് അല്ല അത്. ഞാൻ ചെയ്യണത് ഇഷ്ടമല്ല എന്നല്ല, ആൾക്ക് വരാൻ താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. അപ്പൊ ആളെ നിർബന്ധിച്ചു കൊണ്ടിരുത്തി ഇതെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് വന്നിരുന്ന് പറയണേ. പിന്നെ ടൈമും ഇല്ല, രാവിലെ തന്നെ പോയിട്ടുണ്ട്. എനിക്ക് കുറെ ഹഗ്ഗും കിസ്സൊക്കെ തന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്താ വേണ്ടേന്നൊക്കെ ചോദിച്ചു. ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി ആയാൽ ഞാനാണ് കൂടുതലും സർപ്രൈസ് ആയിട്ട് ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുക. ചേട്ടന് മിക്കതും എന്റെ ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്നെ കൊണ്ടുപോയി വാങ്ങിച്ചു തരിക. സർപ്രൈസ് ചെയ്തല്ല എന്ന് പറയാൻ പറ്റില്ല, ഒരു മോതിരം എനിക്ക് സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊബൈല് ഒരു തവണ മൊബൈല് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആ വാച്ച് തന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയത്. വൈകുന്നേരം വരെ ഒന്നും പറയാണ്ട് വൈകുന്നേരം ആയപ്പോ ഒരു ഗിഫ്റ്റ് ബോക്സിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്ന ആദ്യത്തെ അനുഭവം എനിക്ക്. അപ്പം ചേട്ടന്റെ ചിന്താഗതിയിൽ അങ്ങനെയാണ്. ഒരു ദിവസമല്ല നമ്മള് സന്തോഷമായിട്ട് ആഘോഷിക്കേണ്ട, എല്ലാ ദിവസവും എല്ലാ മൊമെന്റും സ്നേഹിക്കേണ്ടതെന്നാണ് ചേട്ടൻ ചോദിക്കണേ. എനിക്ക് പക്ഷെ ഓരോ ഡേറ്റും ഓരോ ദിവസങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇങ്ങനത്തെ ഓർക്കാൻ പറ്റുന്ന ദിവസങ്ങള് എനിക്ക് എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് വെക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം
അതറിയാവുന്നത് കൊണ്ട് ആളെന്നെ കൊണ്ടുപോകും, വല്ല കറങ്ങാൻ പോവും, ഞങ്ങൾ രണ്ടുപേരും മാത്രം എങ്ങനെയെങ്കിലും പോവും, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കേക്കൊക്കെ സർപ്രൈസ് ചെയ്ത് കേക്കൊക്കെ വാങ്ങിച്ച് ഇതാക്കാറ് ഞാൻ തന്നെയാണ് എല്ലാ കൊല്ലവും. ഇത്തവണയും നമ്മൾ വൈകുന്നേരം കേക്ക് മുറിച്ച് ചേട്ടന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, തൃശ്ശൂരൊക്കെ പോവാൻ കറങ്ങാന്നൊക്കെ പറഞ്ഞേക്കാണ്. എന്നാലും എന്തും ഇന്ന സാധനം എന്ന് പറഞ്ഞിട്ടൊരു സാധനം വേണമെന്ന് തോന്നുന്നില്ല. അത് എനിക്കും ചേട്ടനും ഞാൻ പറഞ്ഞു, ഇനി എന്താ ചേട്ടന് വാങ്ങിച്ചു തരാൻ പറ്റുക, ഒട്ടുമിക്ക സംഭവങ്ങളും ഞാൻ വാങ്ങിച്ചു തന്നു. ഇനി വാങ്ങുകയാണെങ്കിൽ ഐഫോൺ 17 Pro Max വാങ്ങണം, അത് ഞാൻ വാങ്ങിച്ചു തരാൻ ചേട്ടന് ബർത്ത്ഡേയുടെ അന്ന്. ഇന്ന് തന്നെയാണ് ചേട്ടന്റെ ബർത്ത്ഡേയും. അപ്പൊ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും കൂടി അങ്ങനെ ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്, എനിക്കിപ്പോ വേണ്ടടി എന്റെ കയ്യിലിരിക്കുന്നത് ഐഫോൺ 13 Pro ആണ് ചേട്ടന്റെ. അപ്പൊ അത് കേടാവാണ്ട് ഒരു മൊബൈൽ വാങ്ങിച്ച് ഇത്രയും പൈസ കളയണ്ട, ഇപ്പൊ ഈ വാങ്ങിച്ച മൊബൈലിന്റെ നമ്മൾ അത്രയും ചെലവാക്കി വാങ്ങിച്ചതല്ലേ, അപ്പൊ അത് ഉപയോഗിച്ച് നാശാവട്ടെ, എന്നിട്ട് നീ തന്നെ എനിക്ക് വാങ്ങിച്ചു തന്നോന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെ കറക്റ്റ് ഒരു വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടല്ല എന്ന് പറയാണ് കേട്ടാ. അപ്പൊ ഞാനെന്താ ഇത് വീഡിയോ ഒന്ന് ചെയ്യാനുള്ള കാരണം, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ചാ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഇന്നത് വേണം വേണ്ടാന്ന് പറയാൻ പോലും ഇല്ലാണ്ട്. ഇപ്പൊ പ്രശാന്തേട്ടൻ എല്ലാ കൊല്ലം വെഡിങ് ആനിവേഴ്സറിക്ക് എവിടേക്കാ പോണ്ടേ, എന്താ ചെയ്യണ്ടേ, എന്തിട്ടാ വേണ്ടേന്ന് ചോദിക്കുമ്പോ എനിക്ക് ഈ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ സാരി വേണം, അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് ചേട്ടന് ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെ ഞാൻ എന്നും എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അങ്ങനെയാണ്. അപ്പൊ ഈ കൊല്ലം മാത്രം എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് എന്തോ ഭയങ്കര ഫുൾഫില്ല് ചെയ്ത പോലെ തോന്നുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ഈ കൊല്ലം 12 വർഷം തികയുമ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലായിരിക്കണേ. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഈ ഒരു വീട് നമ്മള് ഇത്ര നാൾ ആഗ്രഹിച്ച ഒരു സ്പേസ് ആണെന്നറിയോ. നമ്മള് 4 പേര് ഒരുമിച്ച് ഇങ്ങനെ ഒരു വീട്ടില് നമ്മുടെ സന്തോഷമായി ഇങ്ങനെ ഒരു വീട്ടില് നേച്ചറിനോട് ഇഴുകി നമ്മുടെ അതൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. അത് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് എനിക്ക്. ഈ വീട് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. പിന്നെ എന്റെ ഈ ജീവിതം ഫുള്ള് എനിക്ക് ഭയങ്കര സന്തോഷാണ്. ഇപ്പൊ ഇന്നത്തെ ഈ ദിവസം ഞാൻ പറയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇന്ന് എന്റെ ആനിവേഴ്സറി ആയിട്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇതിൽ കൂടുതൽ അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ഒന്നും വേണ്ട. ഇപ്പൊ ഉള്ള ഈ സന്തോഷം തന്നെ നിലനിന്ന് പോയാൽ മതി. ഐ എം സോ ഹാപ്പി. എനിക്ക് ഒരുപാട് പേര് വിഷ് ചെയ്തു. എനിക്ക് എന്ന് പറഞ്ഞാൽ പ്രശാന്ത് ഏട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയാലും ഇതായാലും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടല്ല, ഫോട്ടോസ് ഒക്കെ എടുത്തിടും എന്നല്ലാതെ അതിനെ കുറിച്ച് അങ്ങനെ ഭയങ്കര കാട്ടിക്കൂട്ടണ ഒരാളല്ല. പക്ഷെ ഞാൻ അതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ചേട്ടന്റെ ചില കാര്യങ്ങളിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടാ. അപ്പം ഞാനാണെങ്കിൽ എന്റെ കയ്യിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഫോട്ടോസ്, ഞാൻ മെമ്മറീസ് എല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടും. അതുപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇടും. അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ ആഘോഷിക്കണത്, സന്തോഷിക്കണത്. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ ഒരു ലോഡ് മെസ്സേജസ് വരും. അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ദിവസം പോവും. അതുകൊണ്ടാണ് പ്രശാന്ത് ഏട്ടൻ അധികം അങ്ങനെ സ്റ്റാറ്റസ് ഇടാത്ത. അപ്പം ചേട്ടൻ ഇട്ടുണ്ട് ഇത് ഹാപ്പി ആനിവേഴ്സറി ലവ് യു പൊണ്ടാട്ടിന്നോ അങ്ങനെ എന്നിട്ട് ഒട്ടേക്കണമെന്ന് എഴുതി. ഞാൻ ഞെട്ടിപ്പോയി ആദ്യമായിട്ടാ. അല്ലെങ്കിൽ വെറുതെ ഫോട്ടോ ഇട്ട് ഹാപ്പി ആനിവേഴ്സറിന്നോ വല്ല ലവ് അങ്ങനെയൊക്കെ ഇടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ കുറെ ഫോട്ടോസ് തപ്പി പിടിച്ചെടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ആളാ. അപ്പൊ ഇന്ന് രാവിലെ കുത്തി പിടിച്ചിരുന്ന കുറെ ഫോട്ടോസ് ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് ചേട്ടന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള 2 ഫോട്ടോയും പിന്നെ എന്റെ മാത്രം ഒരു ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടേണു. അപ്പൊ അതെനിക്ക് ഹാപ്പിയാണ്. പിള്ളേരും ചോദിച്ചു എന്റെ അടുത്ത് സ്കൂളിലേക്ക് പോകാൻ നേരത്ത്, എന്താ വേണ്ടേ അമ്മ, ഞങ്ങൾ അമ്മയ്ക്ക് സർപ്രൈസ് തരട്ടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അച്ഛനും അമ്മയ്ക്ക്. എനിക്ക് ഈ സ്നേഹം മാത്രം മതി. എനിക്കിത് മാത്രം. എനിക്ക് അങ്ങനെ ഡ്രസ് ചെയ്യണമെന്നോ ഒന്നും സാധനങ്ങളോടൊന്നും ഒരു ആഗ്രഹം. ഈ ടൈം ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്യണം, അതുപോലെ പിള്ളേരായിട്ടും ചേട്ടനായിട്ടും ഒരു ക്വാളിറ്റി ടൈം വേണം. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായത് എന്താണെന്നറിയോ, ഈ വീട് പണി കഴിഞ്ഞ് ഈ വീട് പണി നടക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ്, 4 വർഷം ഓരോ വെഡിങ് ആനിവേഴ്സറിക്ക് വിചാരിച്ചതാണ്, ഈ വീട് പണി കഴിഞ്ഞ് ഞാൻ ഇവിടെ കയറി കഴിയുമ്പോ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് പിള്ളേരെയൊക്കെ പോട്ടയിൽ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ പ്രശാന്ത് ഏട്ടനും മാത്രമായിട്ട്, ഞങ്ങൾ വലിയ ഹണിമൂണൊന്നും അങ്ങനെ പോവാത്ത ആൾക്കാരാ. അപ്പൊ ഞാനും പ്രശാന്ത് ഏട്ടനും മാത്രമായിട്ട് വല്ല മലേഷ്യയിലോ സിംഗപ്പൂരോ തായ്ലാന്റോ ഏതെങ്കിലും ഒരു സ്ഥലം
നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പോകുന്ന സ്ഥലമല്ല അല്ലെ ഇമ്പോർട്ടന്റ്. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ. അപ്പൊ ഒരാൾ പറയാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ എന്റെ കൂടെ ഉള്ളത് ഏത് സ്ഥലത്താണോ ആ സ്ഥലങ്ങളെല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. അതാണ് എന്റെ ഒരു തിയറിയും. എനിക്ക് ഞാനും പ്രശാന്തായിട്ടിനും മാത്രമായിട്ടുള്ള ഒരു സ്പേസ് എവിടെയാണോ അതൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. അതെല്ലാം എന്റെ മെമ്മറീസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പുതിയൊരു മെമ്മറി കൂടി വേണം. ഞങ്ങളുടെ രണ്ടുപേരെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ രണ്ടുപേരും പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട്, അത് ഫ്ലൈറ്റിൽ പോയിട്ട് വേണം, അത് വിചാരിച്ചിട്ടുണ്ടായി ഞാൻ. നമ്മുടെ രാജ്യമല്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. അത് ഞാൻ വിചാരിച്ചത് ഈ വീട് പണി കഴിയുമ്പോൾ ഞാൻ ചെലവ് ചെയ്ത് ഞാൻ സമ്പാദിച്ച പൈസ കൊണ്ട് പ്രശാന്തേട്ടനെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അതിപ്പോ എനിക്ക് സാധിക്കും ചെയ്യും, പക്ഷെ ഈ വർഷം അത് നടന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഹാപ്പിയാണ്. അടുത്ത വർഷം നമുക്ക് നോക്കാം പറ്റുമെന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും നാള് അനിയന്റെ കല്യാണം, ഇവിടുത്തെ ബോംബെയിലത്തെ കല്യാണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇനി ഈ കൊല്ലം പോസിബിലിറ്റി ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഈ കൊല്ലം ഭയങ്കര ഹാപ്പി ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോത്ത് മനസ്സിലാക്കില്ലല്ലോ. ശരിക്കും പറഞ്ഞ ഇപ്പൊ എനിക്ക് ജലദോഷം വൈറൽ ഫീവർ കഴിഞ്ഞ് ആ റെസ്റ്റ് കഴിഞ്ഞിരിക്കണുള്ളൂ ഞാൻ. നല്ല ജലദോഷം ചുമയും കാര്യങ്ങളൊക്കെയാ. എന്നാലും എന്റെ മുഖത്ത് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവും എനിക്ക് തോന്നണ്. നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളിൽ ഇനി ഒന്നേ ഉള്ളൂ, ഞാനും പ്രശാന്തനും മാത്രം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ വേറെ എവിടെയെങ്കിലും വെച്ച് ആഘോഷിക്കണം, ഞങ്ങൾ രണ്ടുപേരും മാത്രം. എക്സ്പെഷ്യലി പ്രശാന്തേട്ടന് ഒരു കോൾസും വരരുത്, അതാണ് എന്റെ മെയിൻ കാര്യം. ഈ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൾസ് എപ്പോഴും വരുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചതായിരുന്നു ഈ വീട് പണിയണ സമയത്ത്, ഈ വീട് പണി കഴിഞ്ഞ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങള് പിള്ളേരൊക്കെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മേനെ അച്ഛനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിള്ളേരുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വല്ലോടത്തേക്കും പോവാ, ഇറങ്ങിപ്പോവാ. എന്റെ ഡ്രസ്സ് പോയതിനിപ്പം വല്ലോടത്തേക്ക് ഇറങ്ങിപ്പോവാ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അത് പക്ഷെ ഞങ്ങള് മുംബൈയിലൊക്കെ പോയി വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായ കാരണം ഇത്തവണ ഞാൻ അത് പ്ലാൻ ചെയ്തില്ല. ഇനി വരും വർഷങ്ങളിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്നുണ്ട്, അത് ഞാൻ നടത്തും. അത് മാത്രമാണ് എന്റെ ആഗ്രഹമായിട്ട് നിൽക്കണ ഒരു സംഭവം ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എന്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പ്രശാന്തേട്ടൻ എന്നെ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തന്നെ പറയാ, പക്ഷെ പ്രശാന്തേട്ടൻ എന്റെ അത്രയും ഞാൻ ഇതുപോലെ വായിട്ട് പറയണ പോലെ അങ്ങനെ പറയാനും എക്സ്പ്രസ് ചെയ്യാനും അത്രയും അങ്ങോട്ട് അറിയില്ല. പക്ഷെ ഇപ്പൊ നന്നായിട്ട് പഠിച്ചു. ഇന്നൊക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് വെഡിങ് ആനിവേഴ്സറി വിഷ് ഒക്കെ ചെയ്ത് ഭയങ്കര എന്നെ ഹാപ്പി ആക്കിയിട്ടാണ് പോയത്. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടത്. അതാണ്. എനിക്ക് എന്നോട് ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. അതെനിക്ക് വേറെ ആരും എക്സ്പ്രസ് ചെയ്യുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. സത്യം പറയാലോ, എനിക്ക് എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്നത് ഇഷ്ടമില്ല. എന്നെ ക്ലോസ് ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ, എനിക്ക് നല്ലോണം ചങ്കായിട്ടില്ല എന്റെ ഫ്രണ്ട്സ്, പിന്നെ എന്റെ ചേട്ടന്റെ പിള്ളേര്, ആ ഒരു സർക്കിളിലുള്ള ആൾക്കാർ മാത്രം എന്നോട് ഭയങ്കര സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ എനിക്കിഷ്ടം. ബാക്കിയുള്ള നമുക്ക് അത്രയും പരിചിതം അല്ലാത്ത ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ഹാപ്പി ആനിവേഴ്സറി എന്ന് വിഷ് ചെയ്താൽ മതി. എനിക്ക് വലിയ ഗിഫ്റ്റുകളൊന്നും കൊണ്ടൊന്നും തരണ്ട. ബർത്ത്ഡേക്ക് ആണെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല. എന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിഷ് ചെയ്യണം. വിഷ് ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവം വെച്ച് ഞാൻ വിളിച്ചു ചോദിക്കും. കുറച്ചേരൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യും. ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് അവരെ വിഷ് വന്നില്ലെങ്കിൽ, ഇന്ന് എന്റെ ബർത്ത്ഡേ എന്താ വിഷ് ചെയ്യാത്തെ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ വിഷ് ചെയ്യണ്ടോ ഇല്ലേ, ഭീഷണി വരും എന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെയാണ് എന്റെ സ്വഭാവം. അപ്പൊ ഈ വർഷം വെഡിങ് ആനിവേഴ്സറിക്ക് ഇന്ന് വൈകുന്നേരം ചേട്ടനെയും കൊണ്ട് പുറത്ത് പോകണം. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. വാച്ചോ ഷർട്ടോ ഷൂവോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ചേട്ടനെ ഹാപ്പി ആക്കണം. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ട്, എനിക്ക് സത്യമായിട്ട് ചേട്ടൻ ചോദിച്ചിട്ട് ഞാൻ അപ്പൊ തൊട്ട് ആലോചിക്കുക, എന്ത് വാങ്ങിക്കാൻ പറയണം, ഡ്രസ്സ് പറയണോ, വാച്ച് പറയണോ, ഫോൺ വേണ്ടല്ലോ. ഞാൻ ഐഫോൺ ജീവിതത്തിൽ വാങ്ങുന്നു വിചാരിച്ച സാധനമാണോ, അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇപ്പൊ ഫോണേ വേണ്ട. പിന്നെന്താ പറയാന്ന് ഇങ്ങനെ കുറെ ആലോചിച്ചു. എനിക്കിപ്പോ അങ്ങനെ ഡ്രസ്സുകൾ വേണം തോന്നാറില്ല. എനിക്കുള്ള ഈ ഡ്രസ്സുകൾ തന്നെ കുറെ ഡ്രസ്സ് കൊണ്ട് കൂത്തി നിറയ്ക്കില്ല. പിന്നെ എനിക്ക് കൊളാബൊക്കെ ആയിട്ട് കിട്ടിയ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, പുതിയതുകളൊക്കെ ഉണ്ട്. എടുക്കാത്ത സാരി വരെ ഉണ്ട് എടുക്കാത്തത്. അപ്പം അതൊക്കെ ഇനി ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചേക്കാം ഞാൻ.
അപ്പൊ പിന്നെ ഇനി എനിക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോ എനിക്ക് എന്നോട് തന്നെ ചോദിച്ചിട്ട് ഒന്നും തോന്നണില്ല. ഇപ്പൊ വായിക്ക് രുചിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡെങ്കിലും തോന്നിയാൽ എനിക്ക് ഐസ്ക്രീം, കേക്ക് അങ്ങനെയൊക്കെ തോന്നിയാണ്. അപ്പൊ ജലദോഷം ചുമയും വൈറൽ ഫീവർ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങനെ ഇന്നത് കഴിക്കണം എന്നും തോന്നണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ എനിക്ക് ചേട്ടന്റെ ക്വാളിറ്റി ടൈമാണ് വേണ്ട ചേട്ടന്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഞാൻ ഇന്ന് നേരത്തെ വരാം. അപ്പൊ ഉച്ചക്ക് വരണ്ട, ഉച്ചക്ക് പോകാൻ പറ്റില്ല, പിള്ളേര് വന്നിട്ട് പിള്ളേരും കൊണ്ടുപോകണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പിള്ളേര് ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം പോവാന്ന് പറഞ്ഞു പ്രശാന്തായിട്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം എവിടേക്കെങ്കിലും പോവാം, എന്തെങ്കിലുമൊക്കെ കാണുന്നത് ആവശ്യം തോന്നണത്, ആവശ്യം എന്താ തോന്നണത് അതൊക്കെ വാങ്ങാം. അങ്ങനെ ഞങ്ങള് 4 പേരായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെ വിചാരിച്ചേക്കാണ് ഇന്നത്തെ ദിവസം. അപ്പോ ഹാപ്പി 12th ആനിവേഴ്സറി ടു അസ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ് പ്രശാന്തേട്ടൻ. ഐ ആം എന്താ പറയണ്ടേ, ഞാൻ എന്തിനീ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ പിള്ളേരെയൊക്കെ വിട്ട് ചേട്ടനൊക്കെ പോയി കഴിഞ്ഞ് അമ്മേനെ വിളിച്ചു കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ പറയണം നിങ്ങളോട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ എടുത്ത് വെച്ചു. അങ്ങോട്ട് വളവള പറയണു. എനിക്ക് എന്നെ മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറയണേന്ന്. എന്റെ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കണം, അത്രേ ഞാൻ വിചാരിച്ചോളൂ. അപ്പൊ ഒരു തവണ കൂടി ഞാൻ പറയാണ്, ഹാപ്പി ആനിവേഴ്സറി ടു അസ് ദ ബ്യൂട്ടിഫുൾ കപ്പിൾസ് ആൻഡ് ദ ലവിങ് കപ്പിൾസ്. ഞങ്ങള് തന്നെ ഞാൻ പറയണു ഞങ്ങൾ തന്നെ. എനിക്ക് ഞങ്ങള് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ഞാൻ ഹാപ്പിയാണ്, ഞാൻ പ്രശാന്താന്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം, അത്രയാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചായിരിക്കണം ഇനിയുള്ള ജീവിതത്തിൽ, അവസാനം വരെ ഒരുമിച്ചായിരിക്കണം. അങ്ങനെയാണ്, അത് മാത്രമുള്ളൊരു പ്രാർത്ഥന. ഭഗവാനോട് നന്ദി പറയണു, എൻ്റെ ശിവനെ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വൈകിട്ട് ആഘോഷമൊക്കെ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ എടുക്കില്ലായിരിക്കും, അറിയില്ല. എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്സ് ഇടാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് നല്ല ഹാപ്പിയാണ്. അത് നിങ്ങളെ ആ ഹാപ്പിനെസ് നിങ്ങളിലേക്കും കൂടിയും എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കല്യാണം, ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും എന്താണെങ്കിലും നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ സർപ്രൈസ് ഒക്കെ ചെയ്തോ, ഗിഫ്റ്റ് കൊടുക്കുന്ന നല്ല കാര്യം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അവരും തമ്മിൽ നന്നായി അവരെ കണ്ണി നോക്കി അവർക്കായിട്ടൊരു സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും സന്തോഷം ഉണ്ടാവുക. ഭാര്യമാർക്കായാലും ഭർത്താക്കന്മാർക്കായാലും മക്കൾക്കായാലും ഒക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ കൂടെ ഇടപഴകുന്ന ടൈമില്ലേ, അതല്ലേ ഏറ്റവും വാല്യുവബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ യാത്രകൾ, ഭക്ഷണം, ഒരുമിച്ചുള്ള എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ എന്റെ സന്തോഷം അതാണ്, എന്റെ ഫേവറേറ്റ് പ്ലേസും അതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ എവിടെയുണ്ടോ അതാണ് എന്റെ ഫേവറേറ്റ് പ്ലേസ്. അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ആ വീഡിയോ കണ്ടപ്പോ എന്റെ മനസ്സിലുള്ളത് ആള് പറഞ്ഞ പോലെ തോന്നി. അപ്പൊ ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും എല്ലാം ആഘോഷിക്കുക. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ നിങ്ങൾ ആഘോഷിക്കുക. വിഷമങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരഞ്ഞു തീർത്ത് വേറെ എന്തെങ്കിലും ചിന്തിച്ച് വിഷമങ്ങളൊക്കെ മാറ്റുക. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി നമുക്ക് വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സ് നമ്മളെ വിട്ടു പോയി, അല്ലെങ്കിൽ ഒരാളായിട്ട് തല്ലുണ്ടായി, വക്കാണുണ്ടായി, ഒരാളായിട്ടുള്ള ബന്ധം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും, ഓഫ് കോഴ്സ് വിഷമിക്കും. പക്ഷെ നിങ്ങൾ അപ്പൊ കരുതേണ്ടത് ദൈവം നിങ്ങൾക്ക് എന്തോ പുതിയ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ പുതിയ സന്തോഷം നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സങ്കടം നിങ്ങൾക്ക് തന്നേന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് മുമ്പോട്ട് പോണേ. അപ്പൊ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട് ദാസ. അപ്പൊ നിങ്ങൾക്ക് ഒരു സങ്കടം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നല്ല വേറെ എന്തോ സന്തോഷം എനിക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെ എല്ലാം നല്ലതിനാന്ന് ചിന്തിക്കുക, നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോവാം. അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് തന്നെ അറിയില്ല. അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്. എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും, വിഷ് ചെയ്തവർക്കും, ഇനി വിഷ് ചെയ്തില്ലല്ലോ, ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹത്തിനും ഒരുപാട് നന്ദിയുണ്ട്.
ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ശിവനോട് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളോടും പറയാം. ഒരുപാട് നന്ദിയുണ്ട്. ഈ വെഡിങ് ആനിവേഴ്സറിയുടെ ഈ ദിവസത്തില് ഞാൻ എവിടേക്കോ എത്തണമെന്ന് ആഗ്രഹിച്ച എൻ്റെ അപ്പുറത്ത് എത്തിയിട്ടാണ് ഞാൻ നിൽക്കണത്. അപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അത് നിങ്ങളൊക്കെ കാരണമാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കണേ. നിങ്ങളും എൻ്റെ ക്ലോസ് ടു മൈ ഹാർട്ട് ആണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു.